Hi all, this is Angelit. Welcome to Study Table. Today we are going to see a new chapter that is the rightful inheritors of the earth. Okay, അതിൻ്റെ അർത്ഥം എന്താ? ഭൂമിയുടെ അവകാശികൾ. ഈ പാഠത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ നമ്മൾ ഇന്ന് കാണാൻ പോവാണ്. സോ ഡോണ്ട് സ്കിപ്പ് ഇറ്റ് ആൻഡ് വാച്ച്. ഈ പാഠം നമുക്ക് ആരാണ് തന്നിരിക്കുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് നമ്മുടെ മലയാളികളുടെ അല്ലേ. അദ്ദേഹത്തിൻ്റെ കഥയിലെ ഒരു ഭാഗമാണ് ഭൂമിയുടെ അവകാശികൾ. ഓക്കെ, ആൻഡ് ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1982. 1982 അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചിരുന്നു. നമുക്ക് തുടങ്ങിയാലോ ഈ ചാപ്റ്റർ ഒന്ന്? എന്താണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. എവ്രി വൺ ഈസ് ടാലന്റഡ് ആൻഡ് ഹാസ് സംതിങ് ടു കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി. മാൻ ഈസ് ഓൾവേസ് ഇൻ ദ കമ്പനി ഓഫ് ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് ഓഫൻ ഷെയർസ് ഹിസ് തോട്ട്സ്, കൺസേൺസ്, ഡൗട്ട്സ് ആൻഡ് ഫ്രസ്ട്രേഷൻസ് വിത്ത് ദെം. Let's read and enjoy a short story by Vaikom Muhammad Bashir. Okay, ഇവിടെ എന്താ പറയുന്നത്? എവ്രി വൺ, അതായത് എല്ലാവരും കഴിവുള്ളവരാണ് അല്ലേ. എല്ലാവർക്കും എന്തുണ്ട്? ടാലൻ്റ് ഉണ്ട് അല്ലേ. ഓരോരുത്തർക്കും ഓരോ ടാലൻ്റ് ഇല്ല. ചിലവർക്ക് പാടാനായിരിക്കാം, ചിലവർക്ക് എന്തായിരിക്കും, ചില ആളുകൾക്ക് കല അല്ലേ, എങ്ങനെയായിരിക്കും വരയ്ക്കാനും, അതേപോലെ ഇങ്ങനെ പലതരത്തിലുള്ള കഴിവുകളുണ്ടല്ലേ. അപ്പം നോക്കി, എല്ലാവരും കഴിവുള്ളവരാണ്. അതേപോലെ സമൂഹത്തിന് വേണ്ടി കഴിവുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാറും ഉണ്ട് അല്ലേ. സമൂഹത്തിന് വേണ്ടി പല രീതിയിലും. മനുഷ്യൻ എന്താണ്? ഒരു സാമൂഹ്യ ജീവിയാണ്. ഇവിടെ എന്താ പറയുന്നത്? മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവന് നിലനിൽക്കണമെങ്കിൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രാണികളുടെയും സാമീപ്യം അനിവാര്യമാണ്. ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ചെറുകഥയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത് മനുഷ്യനൊരു സോഷ്യൽ ആനിമൽ, സാമൂഹ്യ ജീവിയാണ് എന്ന് പറയാൻ എന്താ കാരണം? കാരണം നമ്മൾ പറയുക, എനിക്ക് ജീവിക്കണോ, എനിക്ക് മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ ഇൻസെക്ട്സിൻ്റെയോ ആരുടെയും ഹെൽപ്പൊന്നും വേണ്ട, ആരും ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ, അവരില്ലെങ്കിൽ നമ്മളില്ല, അങ്ങനെയാണ്. കാരണം അതൊരു റിലേഷനാണ്, ഒരു ബന്ധമാണ്. ഓക്കെ, നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, എന്താ ഈ കഥയിൽ പറയുന്നത് നോക്കിയേ. When I became the owner of a tiny little piece of this wide earth, I felt very happy. It was a 2-acre plot with coconut palms and an old house where we could live. Those were the days when the price of coconuts was going up and I was in high spirits at the thought of the palm laden with coconuts. But then came the trespassers. അതായത് ഇവിടെ എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? പാഠഭാഗത്തിലെ ആശയം നമുക്ക് നോക്കാം. ഈ വലിയ ലോകത്തിലെ 2 ഏക്കർ പുരയിടത്തിൻ്റെ അവകാശിയായപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി എന്നാണ് പറയുന്നത്. ഓക്കെ, തെങ്ങിൻ തോപ്പും പഴയ ഒരു വീടുമുള്ള 2 ഏക്കർ സ്ഥലമായിരുന്നു അത്. ഓക്കെ, ടൈനി ലിറ്റിൽ പീസ്, ചെറിയൊരു പുരയിടം എന്ന് പറയുമ്പം എത്ര ചെറുതാണെന്ന് കണ്ടല്ലോ. എത്രയുണ്ടത്? 2 ഏക്കർ സ്ഥലമുണ്ട്. ഓക്കെ, അവിടെ എന്താ പറയുന്നത്? തേങ്ങയ്ക്ക് വില കൂടി വരുന്ന കാലമായതുകൊണ്ട് നിറയെ കായ്ച്ചു നിൽക്കുന്ന തെങ്ങുകളിലേക്ക് നോക്കുമ്പോൾ എന്താണ്, എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് പ്രകാശിക്കുമായിരുന്നു. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഈ ചാപ്റ്ററിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ കാണിക്കുന്നതെന്ന്. ഒരു സ്ഥലത്തിലെ ഒരു ഓണറാണ് അല്ലേ, ഒരു അവകാശിയാണ് അദ്ദേഹം. ഒരു ചെറിയ ഭൂമിയുടെ അവകാശി എന്ന് പറയുമ്പോൾ എത്ര ഇവിടെ പറയുന്നത്? 2.5 ഏക്കറോളം 2 ഏക്കറോളം സ്ഥലമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അവിടെ കുറേ എന്തോ ഉണ്ട്, തെങ്ങുകൾ കൃഷി ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെന്താ പറയുന്നത്? ബട്ട് ദെൻ കെയിം ദ ട്രെസ്പാസേഴ്സ്. അതായത് ആരാണ് ട്രെസ്പാസേഴ്സ് എന്ന് പറഞ്ഞാൽ? ആരാണ്? ആരെങ്കിലും അനുവാദമില്ലാതെ കടന്നു വരുന്നവരെ. ഓക്കെ, എന്താ അതിന് പറയുന്നത്? നിയമവിരുദ്ധമായി അന്യൻ്റെ സ്ഥലത്ത് അതിക്രമിച്ച് കടന്നു വരുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രെസ്പാസേഴ്സ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോഴാണ് അവിടെ ആര് കടന്നു വന്നത്? ചിലർ കടന്നു കയറിയത്. ആരൊക്കെയാന്ന് നോക്കിയേ. They did not care about the fence we had put up at the boundary. Moreover, they did not seem to be at all afraid of my watchdog Shan. They did not seem to care for anyone in the world, not even the government. ഇവിടെ എന്താ പറയുന്നത്? പുരയിടത്തിന് ചുറ്റും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊന്നും വകവയ്ക്കാതെയാണ് അവരുടെ വരവ്. ആര്? ഈ ട്രെസ്പാസേഴ്സ്. നോക്കിയേ, കൂടാതെ എൻ്റെ കാവൽ നായ ഷാനെയും അവർക്ക് പേടിയില്ല. ഓക്കെ, അവിടെ ഒരു കാവൽ നായ ഉണ്ട്. ഓക്കെ, അവരുടെ ഒരു പെറ്റ് ഡോഗ് ഉണ്ട്. അതിനെ പോലും ആർക്ക് പേടിയില്ല? ഈ ട്രെസ്പാസേഴ്സിന് പേടിയില്ല. ഈ ലോകത്തിൽ ആരെയും, സർക്കാരിനെ പോലും അവർക്കൊരു പേടിയും ഇല്ല, ഒരു ബഹുമാനവും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. The first arrivals were birds and butterflies, a wide variety of birds and so many butterflies. Perched on the boughs, the birds chipped on and on. The butterflies fluttered around in the courtyard, flushing their colors in the sunlight. Then came the crows. The raucous cawing was unbearable than the racket of other birds, but the worst was that they missed no chance to swoop down on our heads and cheeks. എന്താ ഇവിടെ പറയുന്നത്? പക്ഷികളും ഓക്കെ ചിത്രശലഭങ്ങളായിരുന്നു ആദ്യമായിട്ട് അവിടെ എത്തിയത്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ വന്നത്? ബട്ടർഫ്ലൈസും ബേർഡ്സും ആണ് അവിടുത്തെ ട്രെസ്പാസേഴ്സ്. ഇപ്പം മനസ്സിലായോ? നിയമം നോക്കാതെ ആരാണ് അവരുടെ പുരയിടത്തിൽ കടന്നു വന്നത്?
പക്ഷികളുണ്ടായിരുന്നു, ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. പിന്നെ നോക്കി എത്ര തരം പക്ഷികൾ, പല തരത്തിലുള്ള പക്ഷികളാണ്. ഓക്കെ, എത്ര ചിത്രശലഭങ്ങൾ നോക്കിയേ. പക്ഷികളും ഈ പക്ഷികളൊക്കെ എന്താ ചെയ്യുന്നത്, വൃക്ഷക്കൊമ്പുകളിലും ചെടികളിലും വന്നിരുന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, എന്താ പറയുന്നത്, ചിർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശബ്ദം ഉണ്ടാക്കുക. ഓക്കെ, പിന്നെന്താ പറയുന്നത്, അപ്പോഴാണ് കാക്കകൾ വന്നത്. അപ്പോൾ ആര് വന്നു നോക്കി, ദെൻ കെയിം ദ ക്രോസ്, കാക്കകൾ വന്നു. പക്ഷികളുടേതിനേക്കാൾ കാക്കകളുടെ കരച്ചിൽ ലേശം അസഹനീയമാണ്. ഓക്കെ, സഹിക്കാൻ പറ്റത്തില്ല. പക്ഷികളുടെ പിന്നെയും സഹിക്കാം, അതിനേക്കാളും അപ്പുറമായിട്ടുള്ള ശബ്ദം ആരുടെ ശബ്ദം, ഈ കാക്കകളുടെ ശബ്ദം. പോരെങ്കിൽ കോഴികളെയും കുഞ്ഞുങ്ങളെയും കൊത്തിക്കൊണ്ടു പോകാനുള്ളൊരു അവസരവും അവർ പാഴാക്കുന്നതുമില്ല. മനസ്സിലായോ? കാക്കകളുടെ സ്വഭാവം അറിയാൽ എന്താ, എല്ലാം ഒട്ടിച്ചുകൊണ്ട് പോകല്ലേ, കൊത്തി എടുത്തോണ്ട് പോകാൻ അവരിങ്ങനെ ചാൻസ് നോക്കിയിരിക്കുക. ആര്, ഈ കാക്കകൾ. കോഴിക്കുഞ്ഞിനെല്ലാം കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ തട്ടിക്കൊണ്ട് പോകും. പിന്നെന്താ പറയുന്നത്, നെക്സ്റ്റ് ടു അറൈവ് were the hawks, birds that perched on a coconut palms. However, while they sat in higher planes, their aims were just low down in the dust. The hawks and the crows had the same agenda while they watched and waited. നോക്കി, അടുത്തതായി ആരാ വന്നതെന്ന് കാണാമോ? ആരാ വന്നത്, പരുന്തുകൾ. ഹോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പരുന്തുകൾ. ഓക്കെ, അവർ തെങ്ങോലയിൽ വന്നിരിക്കുന്നു. അവരെവിടെ വന്നിരിക്കുന്നത്, തെങ്ങിൻ്റെ ഓലയിൽ, കോക്കനട്ട് പാംസ്. ഓക്കെ, പിന്നെ എന്താ അവിടെ ചെയ്യുന്നത് നോക്കിയേ, അവർ വളരെ ഉയരത്തിലാണെങ്കിലും അവരുടെ കണ്ണിങ്ങ് താഴെ മണ്ണിലാണ്. അവർ ഇത്രയും ഹൈറ്റിലിരിക്കുവാണെങ്കിൽ അവരുടെ മനസ്സും കണ്ണുമൊക്കെ എങ്ങോട്ടാ, താഴെ മണ്ണിലോട്ടാ. നോക്കിയേ, കാത്തിരുന്ന് നിരീക്ഷിക്കുന്ന കാക്കകളെയും പരുന്തിൻ്റെ ലക്ഷ്യം എന്താ, ഒന്ന് തന്നെ. ഇവരുടെ രണ്ടിൻ്റെ ലക്ഷ്യം ഒന്നാ. എന്താ, അവർ തനിച്ചായിരുന്നില്ല. പിന്നെന്താ ഉള്ളത്, കീരികളും. ഓക്കെ, ഇല്ലിക്കൂട്ടത്തിനടുത്തുള്ള കാട്ടിൽ കുറുക്കന്മാരും കോഴികളെ തിന്നാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. പിന്നെ എലികളും ഉണ്ട്, അവയെല്ലായിടത്തും കാണാം. അപ്പം ഇവിടെ ആരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നോക്കിയേ, നോർ വെർ ദേ അലോൺ, അവരൊറ്റയ്ക്കല്ലായിരുന്നു. ഈ കാക്കകളും പരുന്തുകളും മാത്രമല്ല, there were mongooses in the bamboo thicket and there were foxes in the shrubs close by, ready to pounce on the hens. Then there were rats of course were found everywhere. അതായത് പരുന്തുകളും കാക്കകളും മാത്രമല്ല, കീരികളും ഉണ്ടായിരുന്നു. ഓക്കെ, കീരികളൊക്കെ എവിടെ ഉണ്ടായിരുന്നു നോക്കി, എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇല്ലിക്കൂട്ടം. ഇല്ലിക്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, തിക്കറ്റ്. ഓക്കെ, ബാംബു തിക്കറ്റിനെയാണ്, ബാംബു എന്ന് പറഞ്ഞാൽ മുളയുടെ ആ ഒരു ചെറിയ ഇങ്ങനെ കൂട്ടത്തിനെയാണ് പറയുന്നത് എന്താണ്, ബാംബു തിക്കറ്റ്. അവിടെ ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്തുണ്ടായിരുന്നു, ദേവ ഫോക്സസ്. ഫോക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തായിരുന്നു, കുറുക്കന്മാരും എല്ലാം ഉണ്ടായിരുന്നു. ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. കണ്ടോ, ഇവരൊക്കെ എന്തിനാ വരുന്നത്, കുറുക്കന്മാരും ഇവരൊക്കെ എന്താ വരുന്നത്, കോഴികളെ തിന്നാൻ വേണ്ടി തക്കം പാർത്തിരിക്കുക. പിന്നെ നമ്മുടെ വേറെ ആരുണ്ട്, വേറൊരു ഹീറോ ഉണ്ട്, അതാരാണ്, എലികൾ. എലികളില്ലാത്ത കഥയുണ്ടോ അല്ലേ, എവിടെ നോക്കിയാലും എന്ത് കാണാം, നമുക്ക് എലികളെ കാണാം അല്ലേ. ദേ ആർ ഫൗണ്ട് എവ്രിവെയർ. ഈവൻ ആസ് ഐ വണ്ടേർഡ് what right of all these creatures had to be on my land. There arrived a fierce creature without paws or wings, a cobra. It stood before me, dignified, majestic, its hood spread out. It hissed as if asking me what business I had on this land. Didn't it know that I was the new owner? ഇത് നോക്കിയേ, ഇവരൊക്കെ ഉണ്ട്. എന്നാലും നോക്കി, ഇനി അടുത്ത ഒരാൾ വരുവാണ്. അടുത്ത ഹീറോ ആരാന്ന് നോക്കണോ, നോക്കി ആരാന്ന്. ഇവർക്കൊക്കെ എൻ്റെ പുരയിടത്തിൽ കയറാൻ എന്ത് അവകാശം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആര് വരുന്നത്, അടുത്ത ആളുടെ വരവ്. ആ വരുന്ന ആൾക്ക് കയ്യുമില്ല, കാലുമില്ല, ചിറകുമില്ല. പക്ഷെ നോക്കിക്കേ, ഒരു ഭീകര സ്വരൂപിയായ ഒരു മൂർഖൻ പാമ്പ് തലയെടുത്ത് പിടിച്ച് 10 വിടർത്തി ഗൗരവത്തിൽ നിൽക്കുന്നു. കണ്ട പാമ്പിന്റെ ജാട കണ്ട, എങ്ങനെയാ നിൽക്കുന്ന, ഭയങ്കര ഗൗരവത്തിൽ നിൽക്കുക. നിനക്കിവിടെ എന്തവകാശം എന്ന മട്ടിലാണ് പാമ്പൊന്ന് ചീറ്റി. അപ്പോൾ പാമ്പിന്റെ സ്റ്റൈലൊക്കെ കണ്ടെത്തുമ്പോൾ പാമ്പിന്റെ സ്ഥലമാണെന്നല്ലേ, പാമ്പിന്റെ അവകാശപ്പെട്ട മണ്ണാണെന്നാണ് പാമ്പിന്റെ സ്റ്റൈലിൽ നിൽപ്പ്. നോക്കിയേ, ഞാനാണ് ഈ പുരയിടത്തിന്റെ പുതിയ ഉടമസ്ഥനെന്ന് അവനറിയില്ലായിരുന്നോ? ഇദ്ദേഹം ചിന്തിക്കുക, ഞാനിവിടുത്തെ പുതിയ അവകാശിയാണെന്ന് ഇവൻ അറിഞ്ഞിട്ടില്ലായിരിക്കും ഈ പാമ്പ്. അതുകൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനെ ഞെളിഞ്ഞിങ്ങനെ നിൽക്കുന്നത്. പിന്നെ നോക്കി എന്താ പറയുന്നത്, You had better leave me 2 acres land at once, I said. But then where could it go? Hadn't the whole earth been taken over by man, bit by bit? നീ എൻ്റെ 2 ഏക്കർ പുരയിടം ഉടൻ വിട്ടുപോകുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, പക്ഷേ അത് എവിടെ പോകാനാ, ഈ പാമ്പ് എവിടെ പോകും? ഭൂമിയിലെ ഓരോ ഇഞ്ച് സ്ഥലവും മനുഷ്യൻ കയ്യേറിയിരിക്കുക അല്ലേ. ഓരോ ബിറ്റ് ബൈ ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഭാഗങ്ങളും. എത്ര ചെറിയ പോർഷൻ ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ മനുഷ്യരുടെ അവരുടെ പ്രമാണവും കാര്യങ്ങളൊക്കെ കാണുമല്ലേ, ഇത് എൻ്റെ ഭൂമിയാണ്, എൻ്റെ അവകാശമാണെന്നൊക്കെ പറയത്തില്ലേ. പിന്നെന്താ നോക്കിയേ, മൈ വൈഫ് സെഡ്, the jackfruit has ripened, the squirrels and crows are feasting on it, the guavas and mangoes, birds and bats are eating up everything. But that's the beauty of it, I replied. God has created variety of things in this universe: fruits, edible roots, grass, grain, flowers, water, air, warmth and light.
Now, while we are the owners of this land, without a doubt, the birds, beasts, reptiles, and insects too have a right to these things just as we have. God has made them for all the creatures, and we had better remember that occasionally. ഇപ്പോഴാണ് നോക്കി ആര് വന്നത്? ഭാര്യ വന്ന് പറയാം, നോക്കി ആ വരിക്കപ്ലാവിൽ ചക്ക പഴുത്തത് അണ്ണാനും കാക്കയും വന്ന് തിന്നത് മൊത്തം ഇല്ലാതാക്കി. എന്താ പറയുന്നത്? നോക്കി ആ വരിക്കപ്ലാവിലുള്ള ചക്ക അത്ര ആര് വന്ന് തിന്നു? അണ്ണാനും കാക്കയും വന്ന് തിന്നു. പേരയ്ക്കയും പിന്നെന്താ മാമ്പഴം എല്ലാം പക്ഷികളും വവ്വാലും വന്ന് ചേർന്ന് കൊണ്ടുപോയി. നോക്ക്, എല്ലാം കൊണ്ടുപോയി എന്ന് ആര് വന്ന് പറഞ്ഞ? ഭാര്യ വന്ന് പറയാ. ആഹാ, അതാണല്ലോ രസം. ഒരു താങ്ങുമില്ലാതെ കോടാനുകൂടി ഗോളങ്ങളെ നിലനിർത്തിയിരിക്കുന്ന ദൈവം ഭൂമിയിൽ എന്താണ്? ജീവികൾക്കായി എന്തെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു? എന്തൊക്കെയാ സൃഷ്ടിച്ചിരിക്കുന്നത്? പഴങ്ങള്, കിഴങ്ങുകള്, പിന്നെന്തൊക്കെയാ? ധാന്യങ്ങള്, പുല്ല്, പുഷ്പങ്ങൾ, വെള്ളം, വായു, പിന്നെ ചൂടും വെളിച്ചവും. അപ്പം നോക്കിയേ, നമ്മൾ മനുഷ്യർക്ക് വേണ്ടി മാത്രമാണോ ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചത്? അല്ല. മനുഷ്യരുടെ കൂടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാ ജീവജന്തുക്കൾക്കും എല്ലാവർക്കും എന്തുണ്ട്? ഇതിലൊക്കെ അവകാശമുണ്ട്. ഭൂമിയിലെ ഉൽപ്പന്നങ്ങളുടെ എല്ലാം അവകാശികളാണ് ജന്തുക്കളും മൃഗങ്ങളും പക്ഷികളും കൃമി കീടങ്ങളും. ഓക്കെ, വൃക്ഷങ്ങളും ചെടികളും മുറ്റം, ഇതിനെല്ലാം ആർക്ക് അവകാശമുണ്ട്? നമ്മളെല്ലാവർക്കും ഒരേപോലെ അവകാശമുണ്ട്. ഈ പരമാർത്ഥം ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയ്ക്കൊക്കെ. Are you saying rats have a right as well? My wife asked. They don't seem to think we humans have any. They go about as though the earth belongs to them, she said. So we go around killing them. How sad that we kill rats to let our own life undisturbed. What we need is a new scientific way of living, a new way that helps us to live without killing any living creature. ഇവിടെ എന്താ പറയുന്നത്? എലിക്കും ഇവിടെ അവകാശം ഉണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ഭാര്യ ചോദിക്കുക. ആഹാ, അപ്പം നമ്മളുടെ ഭൂമിയിൽ എന്താ, നമ്മളുടെ വീട്ടിന് ആർക്കും അവകാശമുണ്ട്? എലിക്കും അവകാശം ഉണ്ടെന്നോ? കൊള്ളാമല്ലോ. നമുക്കിവിടെ ഒരു അവകാശമില്ലെന്നാണോ അവ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ലോകം അവരുടേത് മാത്രമാണെന്നാണ് അവരുടെ ഒരു തോന്നൽ. ഈ എലികളൊക്കെ വന്ന് കയറി ഇറങ്ങുന്ന കാണുമ്പോൾ എന്ത് വിചാരിക്കും? ആഹാ, അവരുടെ സ്വന്തം സ്ഥലം എന്ന പോലെയാണ് എന്ത്, അവരിങ്ങനെ ഞെളിഞ്ഞ് കയറി ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഭാര്യ ചോദിക്കുക. നോക്കിയേ, അതുകൊണ്ട് അവയെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഭാര്യയ്ക്ക് എന്താ, അതിനെ കൊല്ലണം എന്നുള്ള തീരുമാനം. നമുക്ക് ഒരു ശല്യവുമില്ലാതെ ജീവിക്കാൻ അവയെ കൊന്നൊടുക്കുന്നതാണ് എത്രയോ നല്ലത്. നോക്കി എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അതെത്ര വേദനയുള്ള കാര്യമാണല്ലേ. നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ശരിയാണോ? മറ്റുള്ളവർ കൊന്നുകളയുന്നത് ശരിയാണോ? ശാസ്ത്രീയമായ ഒരു ജീവിതമാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം. സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയപരമായിട്ട് ഒരു ജീവിയെയും ഉപദ്രവിക്കാതെ ജീവിക്കാനുള്ള മാർഗം. എന്തായാലും എനിക്ക് എലികളെ കൊല്ലാൻ താല്പര്യമില്ല. എലികളെ എന്നല്ല, ഒരു ജീവിയെയും കൊല്ലാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇവിടെ നോക്കിയേ, എനിവേ ഐ ഹാഡ് നോ ടേസ്റ്റ് ഫോർ കില്ലിംഗ് റാറ്റ്സ് ഓർ എനിത്തിങ് എൽസ്. While that was so, however, I had to do something soon about our coconuts. We needed them. They formed a part of our daily food, but what could I do? I wondered. പക്ഷെ ഇങ്ങനെയൊക്കെ ആയാലും തേങ്ങ രക്ഷപ്പെടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? തേങ്ങയെല്ലാം കൊണ്ടുപോകും. നോക്കിയേ, രക്ഷിച്ചെടുക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. തേങ്ങകളൊക്കെ നമുക്ക് തേങ്ങ വേണമല്ലോ, അത് നമ്മുടെ ജീവിതമാർഗത്തിൽ ഒന്നാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും ഇനി? നോക്കിയേ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോക്കിയേ എന്ത് പറ്റിയത്. While I was still wondering, my wife decided to take things into her own hands one day. She went shopping for 2 hours and brought many things. One was a large tin of rat poison. The poison was mixed with banana, rice, tapioca and left everywhere in the compound. In 4 days, 5 hens, 12 squirrels, 200 rats and a cat disappeared. നോക്കിയേ, ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ എന്ത് ചെയ്ത്? അവളുടേതായ വഴിയിൽ ചില തീരുമാനങ്ങൾ എടുത്തു. നോക്കിയ ഭാര്യ കുറച്ച് ചിന്തിച്ചിട്ട് അവർ സ്വന്തമായിട്ട് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്ത് 2 മണിക്കൂർ ഷോപ്പിങ് കഴിഞ്ഞ് അവളെന്താ പലതും വാങ്ങിക്കൊണ്ട് വന്ന് എന്തൊക്കെയാ? കൂട്ടത്തിൽ ഒരു വലിയ ടിന്ന്, ചെറിയ ടിന്നൊന്നുമല്ല, ഒരു വലിയ ടിന്ന്, ഒരു ലാർജ് ടിൻ ഓഫ് പോയ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? എലിവിഷം, റാറ്റ് പോയ്സൺ, എലിക്കുള്ള വിഷം. പഴത്തിലും ചോറിലും കപ്പയിലും എല്ലാം വിഷം ചേർത്തിട്ട് എന്ത് ചെയ്ത് പുരയിടത്തിൻ്റെ മുക്കിലും മൂലയിലും വെച്ച്, എല്ലായിടവും വെച്ച്. പിന്നെ എന്ത് പറ്റി? 5 കോഴികൾ, 12 അണ്ണാന്മാരും 200 എലികളും പിന്നെ ഒരു പൂച്ചയും 4 ദിവസത്തിനുള്ള എല്ലാം അപ്രത്യക്ഷമായി. എല്ലാം എവിടെ പോയി? എല്ലാം മരിച്ചു കാണും അല്ലേ. But the tender coconuts went on falling. Everyone now accused the owls. They pecked at the tender coconuts. ഇത്രയെല്ലാം മരിച്ചു പോയിട്ട് എന്ത് പറ്റി? കരിക്കിൻകുലകൾ വീണുകൊണ്ടേ ഇരുന്നു. ടെൻഡർ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
തേങ്ങയല്ല, കരിക്ക്. ഓക്കെ, കരിക്കിനെയാണ് ടെൻഡർ കോക്കനട്ട് എന്ന് പറയുന്നത്. കരിക്കുംകുല എന്ത് ചെയ്ത് ഇതെല്ലാം പോയിട്ടും കരിക്കുകുല ഇപ്പോഴും വീണുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ആരെ പഴിച്ചു? മൂങ്ങകളെ പഴിച്ചു. അവയാണ് കരിക്ക് കൊത്തിയിടുന്നത്. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനായി. ആരാ? ബാറ്റ്സ്, വാവലുകൾ, വവ്വാലുകളാണെന്ന് കണ്ടെത്തി. നോക്കി, എ ഫ്യൂ മന്ത്സ് ലേറ്റർ ഹൗവർ ദ റിയൽ കൾപ്രിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ യഥാർത്ഥ പ്രതി ആരാണ്? വവ്വാലാണെന്ന് കണ്ടെത്തി, മൂങ്ങയല്ല. After dusk, huge bats came in swarms and flew straight to the palms where the tender coconuts hung. Clinging to the outer coverings of the coconuts, they gnawed into them from the softest sides at the top. When they had cut through the kernel within, they sucked out the sweet, nourishing water stored inside and flew away satisfied. നോക്കി, ഇവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് കണ്ടോ? എന്താ പറ്റി? സന്ധ്യ കഴിയുമ്പോഴേ എന്താ പറ്റുന്നത്? ഈ വാവലുകൾ കൂട്ടത്തോടെ കരിക്കുംകുലകളിലേക്ക് പറന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യും? കരിക്കിൽ പറ്റിക്കിടന്ന് അവ അതിൻ്റെ മുകളിലെ മൃദുവായ ഭാഗത്ത് കൂടി അതിൻ്റെ അകത്തോട്ട് കയറി നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യും? അകത്തെ മധുരമുള്ള പോഷകങ്ങളെല്ലാം വെള്ളം കുടിച്ച് തൃപ്തിയോടെയാണ് ഇവർ മടങ്ങി പോകുന്നത്. അപ്പോൾ കരിക്ക് മൊത്തത്തിൽ അവർ അതെല്ലാം തീർത്തിട്ടാണ് ആര് പോകുന്നത്? ഈ വവ്വാലുകൾ പോകുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ഇവിടെ പറയുക, ഇവിടെ ഭാര്യയാണെന്ന് പറയുന്നത്. ഭാര്യ എന്ത് പറയാ? ലെറ്റ്സ് ബൈ എ ഗൺ സെഡ് മൈ വൈഫ്, വി ക്യാൻ ഷൂട്ട് ദ ബാറ്റ്സ്, ദ ഫോക്സസ് ആൻഡ് ദ പോൾ കാറ്റ്സ് വിത്ത് ഇറ്റ്. നമുക്കൊരു തോക്ക് വാങ്ങാം, വാവലുകളെയും വെടിവെച്ച് കൊല്ലാം, കുറുക്കനെയും, പിന്നെന്താ ഇതിനെല്ലാം, ഈ വലിയ പൂച്ചയെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വെടിവെച്ച് കൊന്നുകളയാം. അല്ല, ഒരു രക്ഷയില്ല ഇതിനെ കൊണ്ടൊക്കെ. നോട്ട് മീ, ഐ സെഡ്. Gun should never have been invented, but alas, a few days later, my wife's cousin turned up with a grim-looking gun. He said, "Nearly 3,000 coconuts are destroyed every day. These bats are the pest, but there is no point in shooting the bats down at this spot. On a little islet nearby stands an old temple. Next to it grow a pair of banyan tree. You can see at least 3,000 bats hanging on the twigs of the banyan trees. I'm going to kill them all." അപ്പോഴാണ് എന്ത് സംഭവിച്ചതെന്ന് നോക്കിയേ. തോക്ക് വാങ്ങണമെന്ന് ഭാര്യ പറഞ്ഞു അല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാനില്ല, എനിക്കൊന്നും പറ്റത്തില്ല, എനിക്ക് തോക്ക് കണ്ടുപിടിക്കുക വേണം, എനിക്ക് തോക്കെന്ന് പറയുന്നത് എനിക്ക് കേൾക്കുന്നതേ ഇഷ്ടമല്ല. അപ്പം നോക്കി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഭാര്യയുടെ കസിൻ വന്നു. ഓക്കെ, കസിൻ വന്നിട്ട് എന്ത് പറ്റി? ഒരു ഭയങ്കര തോക്കുമായിട്ടാണ് വന്നത്. അദ്ദേഹം പറയുക, 3000-ഓളം തെങ്ങുകളാണ് ദിവസവും നശിക്കുന്നത്. ഈ വവ്വാലുകളാണ് കുഴപ്പക്കാർ. ആരാണ് കുഴപ്പക്കാരെന്ന് പറയുന്നത്? ഈ വവ്വാലുകളാണ് കുഴപ്പക്കാരെന്ന് പറഞ്ഞത്. കണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ വെടിവെച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവിടെ വെടിവെച്ചിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്തൊരു തുരുത്തിൽ പുരാതനമായൊരു ക്ഷേത്രമുണ്ട്. ഓക്കെ, അതിനടുത്ത് 2 ആൽമരങ്ങളുണ്ട്. അതിൻ്റെ കമ്പുകളിലാണ് 3000 വവ്വാലുകൾ തൂങ്ങി നിൽക്കുന്നത് കാണാം. ഞാൻ അവയെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞു. കണ്ടോ, അപ്പോൾ എവിടെയാണ്? അടുത്തുള്ളൊരു ഓൾഡ് ടെമ്പിൾ. ഓക്കെ, I prayed fervently, "Oh bats, save your lives." It was astonishing. It was a miracle. The bats were saved. My wife and her cousin came back in about 2 hours' time, looking really scared. My wife said, "We just managed to escape narrowly. There are some houses around the temple." ഇവിടെ എന്താ പറയുന്നത്? അദ്ദേഹം പ്രാർത്ഥിച്ചു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. വവ്വാലുകൾ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്ത് പറ്റി? അത്ഭുതം തന്നെ, വവ്വാലുകളെല്ലാം രക്ഷപ്പെട്ടു. നോക്കി എങ്ങനെയാ? എൻ്റെ ഭാര്യയും കസിനും ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഭയത്തോടു കൂടി തിരിച്ചു വന്നു. ഭാര്യ പറഞ്ഞ്, ഞങ്ങൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അമ്പലത്തിനടുത്ത് ചുറ്റും കുറേ വീടുകളുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയതോടെ എന്ത് പറ്റിയെന്ന് പറയുന്നത്, when we arrived at the place, 100 people with weapons surrounded us within minutes. They looked menacing. If we shot at the bats, they said they would kill us. എന്തോ പറ്റി? ഇവരവിടെ എത്തിയപ്പോഴേ ഞൊടിയിടെ കൊണ്ട് എന്ത് പറ്റി? 100 പേര് ഞങ്ങളെ മാരകായുധങ്ങളുമായിട്ട് വളഞ്ഞു. വവ്വാലുകളെ വെടിവെച്ചാൽ ഞങ്ങളെ കൊന്നു കളയുന്നവർ വെല്ലുവിളിച്ചു. കണ്ടോ എന്താ കാരണമെന്നോ? വവ്വാലുകൾ നോക്കി എന്താ കാരണം നോക്കി. ഡു യു നോ വൈ? They believe that bats are the souls of the ancestors. കാരണം നോക്കി, രസമാണ് നോക്കിയേ. വവ്വാലുകൾ അവിടെയുള്ള പൂർവികന്മാരുടെ ആത്മാക്കളാണത്ര, അങ്ങനെയാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആരാ? ancestors എന്ന് പറഞ്ഞാൽ പൂർവികരുടെ ആത്മാക്കൾ. ഓക്കെ, എന്ത് പറ്റി? I took a decision then. I said firmly, bats are no ancestors of ours, but they are among God's countless creations. Let the coconuts be destroyed. That doesn't matter. Let us be satisfied with what is left after they have been taken their share. They certainly have a right to the coconuts. All living beings are the rightful inheritors of the earth. അദ്ദേഹം പറയാം, അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു.
എന്നിട്ട് ഉറപ്പോടെ പറഞ്ഞു, വാവലുകൾ ആരുടെയും പൂർവികന്മാരോ ആത്മാക്കളോ ഒന്നും അല്ല. ഓക്കെ, ദൈവം തമ്പുരാന്റെ സൃഷ്ടിയിലെ പറക്കുന്ന ജീവികളാണ്. ഓക്കെ, ഈ വാവലുകൾ കരിക്ക് നശിക്കട്ടെ, സാരമില്ല, ബാക്കി കിട്ടുന്നത് മതി. ദൈവ സൃഷ്ടിയിൽ തെങ്ങുകളിലെ കരിക്കുകളിലും ഈ വവ്വാലുകൾക്കും എല്ലാവർക്കും ഒരേ അവകാശമാണുള്ളത്. എല്ലാ ജീവികളും ഈ ഭൂമിയിലെ അവകാശികളാണ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായോ? സ്റ്റോറിയിലൂടെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഈ നമ്മുടെ വീടും നമ്മുടെ ചുറ്റുമുള്ള പുരയിടും നമ്മുടെ വയലും ഇതൊന്നും നമ്മുടെ മാത്രം സ്വന്തമല്ല. പക്ഷെ ആരുടെയാ? ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജന്തുക്കൾക്കും നമുക്ക് എല്ലാവർക്കും ഒരേ അവകാശമാണ്. ഓക്കെ, അപ്പം എല്ലാവരോടും എങ്ങനെ പെരുമാറണം? എല്ലാവരോടും സ്നേഹത്തോടെ വേണം നമ്മൾ ഇടപെടാൻ. ഓക്കെ, സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് മൈ വീഡിയോ. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കല്ല്. ഓക്കെ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഫോർ മോർ വീഡിയോസ്. കീപ് വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.